പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ ആമേൻ. യേശുതമ്പുരാനാൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്ന മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുമക്കളെ, വെള്ളിയാഴ്ച സുത്താറ പ്രാർത്ഥനയിൽ നമ്മൾ ചൊല്ലുന്ന ഒരു ഗാനമുണ്ട്. നിന്നോട് പാപം ചെയ്തുടയോനെ കോപിപ്പിച്ചു മലിനതയാൽ ഞങ്ങൾ. അതെ, ഞങ്ങൾ നിനക്കെതിരായി തിന്മ ചെയ്തു, പാപം ചെയ്തു. ഞങ്ങളുടെ തിന്മയുടെ പരിണത ഫലമായി നീ ഉയർത്തിയിരിക്കുന്ന വാള്, ശിക്ഷയ്ക്കായി ഉയർത്തിയിരിക്കുന്ന വാള് ഞങ്ങൾ കണ്ട് ഞങ്ങളുടെ തിന്മയെ തിരിച്ചറിയുന്നു. എങ്കിലും കൃപ നന്മ മാത്രമായ നിന്നിൽ ആശ്രയിക്കുമ്പോൾ ഞങ്ങൾ ഓരോരുത്തരും കൃപയ്ക്കായിട്ട് നിന്നിൽ തന്നെ ആശ്രയിക്കുമ്പോൾ ആ തിന്മയെ അതിജീവിക്കുവാനുള്ള കൃപയും നിന്നിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഇവിടെ നമ്മൾ നോമ്പുകാലത്ത് 2 വസ്തുതകൾ എന്നും നമ്മൾ ഓർക്കാറുണ്ട്. അനുരഞ്ജനം, റെക്കൺസിലിയേഷൻ അല്ലെങ്കിൽ റെക്കൺസിലിയേഷൻ. ഈ അനുരഞ്ജനം എന്ന് പറയുന്നത് 2 തലങ്ങളിലുണ്ട്. ഒന്ന് ദൈവവുമായുള്ള അനുരഞ്ജനം, 2 സഹോദരങ്ങളുമായുള്ള അനുരഞ്ജനം. ദൈവവുമായിട്ടുള്ള അനുരഞ്ജനം എന്ന് പറയുന്നത് നമുക്കറിയാം. നമ്മൾ പരിശുദ്ധ കുർബാന സ്വീകരിക്കുവാൻ വേണ്ടി നമ്മുടെ തിന്മകളെ മനസ്സിൽ ധ്യാനിച്ച് പ്രാർത്ഥിച്ച് ക്ഷമ ചോദിച്ചുകൊണ്ട് വന്ന് ഓസോയെ പ്രാപിക്കുന്നു. അബ്സല്യൂഷൻ പ്രയർ ഓസോയിൽ വൈദികൻ ചൊല്ലുമ്പോൾ നമ്മൾ ഓരോരുത്തരും പരിശുദ്ധ കുർബാന സ്വീകരിക്കുവാനുള്ള യോഗ്യത നേടി എന്ന് നമ്മൾ വിചാരിക്കുന്നു. ഇനി അതിനപ്പുറത്തേക്ക് കടന്നുകൊണ്ട് നമ്മൾ ഓരോരുത്തരും നമ്മുടെ പാപങ്ങളെ സ്വയം ഏറ്റു പറഞ്ഞുകൊണ്ട് വൈദികൻ്റെ മുമ്പിൽ പരിശുദ്ധ കുമ്പസാരം നടത്തുമ്പോൾ നമ്മുടെ തിന്മകളെ നമ്മൾ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് മോചനം പ്രാപിച്ചു എന്ന് കരുതുന്നു. നമുക്കറിയാം, പരിശുദ്ധ കുമ്പസാരം എന്ന് പറയുന്നത് ഒരു കൂദാശയാണ്. അദൃശ്യമായ ഒന്നിനെ ദൃശ്യമായി നമുക്ക് നൽകുന്നതാണ് കൂദാശകൾ എന്ന് പറയുന്നത്. അപ്പോൾ പരിശുദ്ധ കുമ്പസാരത്തിലൂടെ, അബ്സല്യൂഷൻ പ്രയറിലൂടെ വൈദികൻ നമ്മുടെ പാവം മോചിക്കുമ്പോൾ ദൈവവുമായുള്ള അനുരഞ്ജനം പൂർണ്ണമായി എന്ന് നമ്മൾ വിചാരിക്കുന്നു. അത് സംഭവിക്കുകയും ചെയ്യുന്നു. അപ്രകാരം നമ്മൾ അനുരഞ്ജനത്തിലൂടെ, റെക്കൺസിലിയേഷനിലൂടെ ദൈവവുമായി അനുരഞ്ജനപ്പെട്ടു. അത് ഏറ്റവും ബ്യൂട്ടിഫുള്ളാണ്. ആ പാർട്ട് വളരെ ഭംഗിയാണ്. എന്നാൽ ദൈവം തമ്പുരാൻ നമ്മോട് മറ്റൊരു കാര്യം പറയുന്നുണ്ട്. ഈ അനുരഞ്ജനത്തിൻ്റെ 2ാമത്തെ വസ്തുതയായ സഹോദരനുമായി അനുരഞ്ജനപ്പെടുക എന്നുള്ളത്. കർത്താവ് പറയുന്നത് ഇതാണ്: നീ ബലിയർപ്പിക്കുവാൻ വരുമ്പോൾ നിനക്കാരോടെങ്കിലും നിനക്ക് മാനസികമായോ നിന്റെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ടോ തിന്മയിലേക്ക് നീ വിധേയപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ബലിവസ്തു അവിടെ വെച്ചിട്ട് പോയി നീ അവനുമായി അനുരഞ്ജനപ്പെട്ടിട്ട് തിരികെ വന്ന് ബലിയർപ്പിക്കുക. ഇതൊരു വലിയ ഒരു ചോദ്യചിഹ്നമാണ്. അപ്രകാരം ചെയ്യുവാനുള്ള നമ്മുടെ ഓരോരുത്തരുടെയും താല്പര്യക്കുറവാണ് നമ്മുടെ ഓരോരുത്തരെയും അനുരഞ്ജനത്തിന് തടസ്സമായിട്ട് നിൽക്കുന്നത്. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ തൻ്റെ റിട്ടയർമെൻറ്റിന് ശേഷം ഒരു ധ്യാന പ്രസംഗത്തിൽ പ്രകാരം പറയുകയുണ്ടായി: സഭാവസ്ത്രങ്ങൾ എപ്പോഴും സഭയ്ക്ക് ശക്തിയാണ്, എന്നാൽ സഭാവസ്ത്രങ്ങളിൽ കൂട്ടിച്ചേർക്കുന്ന തൊങ്ങലുകളാണ് എന്നും സഭയ്ക്ക് പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന്. നമുക്കറിയാം, മെരീബ മലയിൽ വെച്ച് മോശയും അഹ്റോനും കൂടി അഹ്റോന്റെ വസ്ത്രമെടുത്ത് തൻ്റെ മകന് കൊടുത്തുകൊണ്ട് പൗരോഹിത്യത്തെ തുടർന്ന് സഭയിൽ നിലനിർത്തുന്നുണ്ട്. എന്നാൽ കർത്താവ് തൻ്റെ മേലങ്കി ഉരിഞ്ഞു വെച്ച് കുരിശിലേക്ക് കയറിപ്പോകുമ്പോൾ അവിടെ സംഭവിക്കുന്നത് മറ്റൊരു ഭാവമാണ്, അനുരഞ്ജനത്തിൻ്റെ മറ്റൊരു രൂപമാണ്. നമ്മളറിയാം, നമ്മൾ ഓരോരുത്തരും ദുഃഖ വെള്ളിയാഴ്ച പ്രാർത്ഥന ചൊല്ലും: നിന്റെ കുരിശിനാലെ എൻ്റെ ആത്മത്തിനതിനാലെ രക്ഷയുണ്ടായി എന്ന് കള്ളനോട് ചേർന്ന് ഞാനും ചൊല്ലുന്നു. അതെ, നിന്റെ കുരിശിനാലെ
എൻ്റെ ആത്മീയ ജീവിതത്തിന് രക്ഷയുണ്ടായി എന്ന് കള്ളനോട് ചേർന്ന് ഞാനും ചൊല്ലുന്നു. മറ്റുള്ള സഭകളിൽ പാടുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. കുരിശിനാലെ ലോകമൊന്നായി വീണ്ടെടുത്തവനെ താണു ഞങ്ങൾ വണങ്ങുന്നു നിൻ ദിവ്യപാദങ്ങൾ. രണ്ടും ഒന്ന് തന്നെയാണ്. പക്ഷെ ഒരു കാര്യം നമ്മളുടെ ശ്രദ്ധയിൽപ്പെടേണ്ടത്, ഈ കുരിശിനാൽ എൻ്റെ ആത്മത്തിന് അതിനാലെ രക്ഷയുണ്ടായി എന്ന് നാം പറയുമ്പോൾ കള്ളനോട് ചേർന്ന്, അത് ഏത് കള്ളനോട് ചേരണം? അവിടെയാണ് നമ്മുടെ വലിയ ഒരു ചോദ്യചിഹ്നം നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. ഇടത്തെ കള്ളൻ പറയുകയാണ്, നിനക്ക് ശക്തിയുണ്ട്, നിനക്ക് മഹത്വമുണ്ട്, നിനക്ക് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാനുള്ള കഴിവുണ്ട് എന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് നിന്നെയും ഞങ്ങളെയും രക്ഷിച്ച് നിന്റെ മഹത്വം കാണിക്കുക. എന്നാൽ വലത്തെ കള്ളൻ പറഞ്ഞത് നേരെ തിരിച്ചാണ്. ഇതെല്ലാം അറിയുന്ന ദൈവം തമ്പുരാൻ ഇതെല്ലാം സ്വീകരിക്കുന്നുണ്ട് എങ്കിൽ നമ്മൾ നമ്മുടെ തിന്മയ്ക്ക് അനുയോജ്യമായ ശിക്ഷയാണ് ഏറ്റെടുത്തിരിക്കുന്നത്. പക്ഷേ ഈ മഹത്വമുള്ളവൻ സ്വീകരിച്ചിരിക്കുന്നത് സ്വയം ശൂന്യവൽക്കരണത്തിൻ്റെതാണ്. അതുകൊണ്ട് നിന്റെ രാജ്യത്തിലായിരിക്കുമ്പോൾ ഞങ്ങളെയും ഓർക്കണമേ എന്ന്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുപ്പായങ്ങളിൽ, നമ്മുടെ വസ്ത്രങ്ങൾ എപ്പോഴും ശരീരത്തിൻ്റെ ഭംഗി വർദ്ധിപ്പിക്കുവാനുള്ളതാണ്. ശരീരത്തിന് രൂപവും ഭാവവും ഡിഗ്നിറ്റിയും നൽകുന്നതാണ്. ഈ വസ്ത്രങ്ങളിൽ നമ്മൾ തുന്നിപ്പിടിപ്പിക്കുന്ന തൊങ്ങലുകൾ നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുവോ അതാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഈ നോമ്പുകാലത്ത് നമുക്ക് അനുരഞ്ജനത്തിന് എതിരായിട്ട് നിൽക്കുന്നത്. ഈ അനുരഞ്ജനത്തിന് എതിരായിട്ട് നിൽക്കുന്ന ഈ തൊങ്ങലുകളെ നമുക്ക് എത്രത്തോളം മാറ്റിമറിക്കുവാൻ സാധിക്കുന്നുവോ അവിടെയാണ് ഞങ്ങൾ ചെയ്തിരിക്കുന്ന പാപങ്ങൾക്ക് നീ ഉയർന്നെത്തിയിരിക്കുന്ന വാള് ഞങ്ങൾക്ക് ശിക്ഷയായി തീരരുതേ കർത്താവേ. പ്രത്യുത ഞങ്ങൾക്ക് രക്ഷയായിട്ട് തീരുവാൻ നിന്റെ കൃപയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നുവെന്ന് ഈ ജ്ഞാനത്തിലൂടെ നമുക്ക് ധ്യാനിക്കുവാനായിട്ട് സാധിക്കേണ്ടത്. നമ്മുടെ അഹങ്കാരമായിരിക്കാം, നമ്മുടെ പണമായിരിക്കാം, നമ്മുടെ സ്ഥാനമാനങ്ങളായിരിക്കാം, നമ്മോടുള്ള മറ്റുള്ളവരുടെ മനോഭാവത്തിൽ നാം കണ്ടെത്തുന്ന കുറവുകളായിരിക്കാം എൻ്റെ അഹങ്കാരത്തിൻ്റെ തൊങ്ങലുകളായി എൻ്റെ കുപ്പായത്തിൽ, എൻ്റെ വസ്ത്രത്തിൽ, എൻ്റെ ഭംഗിയായി ഞാൻ കൂടെ കൊണ്ട് നടക്കുന്നതെങ്കിൽ അവയെ അഴിച്ചു മാറ്റുവാനുള്ള നല്ല വിവേകവും നല്ല ശക്തിയും പരിശുദ്ധ റൂഹായുടെ വരദാനങ്ങളാൽ ഈ നോമ്പുകാലത്ത് പ്രാർത്ഥനാത്മകമായിട്ട് നമുക്ക് നേടിയെടുക്കുവാനായിട്ട് സാധിക്കട്ടെ. അവിടെ നമുക്ക് ദൈവാനുഗ്രഹം ലഭിക്കും, ദൈവകൃപ ലഭിക്കും, പരിശുദ്ധ റൂഹായുടെ പ്രത്യേകമായ ആശ്വാസം നമുക്ക് ലഭിക്കുകയും ചെയ്യും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ ആമേൻ.